രക്തസാക്ഷിയായി വാനിടത്തിൽ വാണിടും ഗീവർഗീസ് പുണ്യവാനേ, പാദതാരിൽ കൈകൾ കൂപ്പി വന്നിടും ദാസരെ കൈവിടാതെ കാത്തിടേണമേ. ധീരരക്തസാക്ഷിയായി വാനിടത്തിൽ വാണിടും ഗീവർഗീസ് പുണ്യവാനേ, പാദതാരിൽ കൈകൾ കൂപ്പി വന്നിടും ദാസരെ കൈവിടാതെ കാത്തിടേണമേ. ശക്തിയോട് പൊരുതിനി വിശ്വാസദീപം തെളിച്ചു. അന്ധകാര ശക്തിയോട് പൊരുതിനി കപ്പദോസ്യയിൽ ഭക്തനായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കുകയും അവർക്ക് ഏറ്റവും അനുസരണമുള്ളവനായി തന്റെ ബാല്യകാലം സൽപ്രവർത്തനം ചെലവഴിക്കുകയും ക്രിസ്ത്യാനിയുള്ള ഒരു വിദ്യാഭ്യാസം സ്വീകരിക്കേണ്ടവരെയും ഡയബിഷ് ചക്രവർത്തിയുടെ സൈന്യത്തിൽ ഉന്നതമായ ഉദ്യോഗം വഹിക്കുകയും ക്രിസ്ത്യാനികളെ ജനിക്കുന്നതിനുള്ള ചക്രവർത്തിയുടെ കൽപ്പന പുറപ്പെട്ടപ്പോൾ ലൗകികമായ സകല ബഹുമതികളും ത്യജിച്ച് തന്നെ തന്നെ മുഴുവനും ദൈവത്തിന് കൈയാളിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്കായി ഏത് ഞെരുക്കവും സഹിപ്പാൻ സന്നദ്ധനായി സത്യസഭയുടെ വിജയത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി രക്തസാക്ഷിയായി വീരമരണം കൈവരിച്ച് പാപികളുമായി നമ്മൾ ലോകത്തിനോട് യുദ്ധത്തിൽ സദാ കൈമുള്ളവരായിരിക്കാൻ സർവസ്വവും പരിഹരിക്കുവാനും സന്മാർഗം കാണിച്ചിരിക്കുകയും ചെയ്തിരുന്നാൽ മഹാപുണ്യവാനും വിശാഖികളുടെ യുദ്ധത്തിൽ നമ്മുടെ വലിയ മധ്യസ്ഥനുമായി തീർന്ന വിശുദ്ധ ഗീവർഗീസായിട്ട് നേരെയുള്ള പ്രത്യേക ഭക്തിക്കായി നിശ്ചയകാലം 1969 മുതൽ ഈ കൊറോണപ്പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കോമ്പറയാറിൽ നിന്നും 2016 കാലം മെയ് മാസം 4-ാം തീയതി മേൽപ്പടി കോമ്പറയാറിൽ തിരുനാൾ ആഘോഷിക്കുന്നതിന് ലൈബ്രറിമാരുടെ സത്യനിയോഗപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിദ്ധീകൃതരായ ഓഫീസർമാരുടെ പേരുവിവരം: പ്രസിദ്ധി പള്ളിപ്പാടൻ ജോസഫ്, ബാബു, വീണപുരി 10, ടെസിലോര് ഞാണിക്കൽ വർഗീസ് സെബാസ്റ്റ്യൻ ജോസ്റ്റിൻ, വീണപുരി 10, പ്രകോദോർ നേരെ വീട്ടിൽ തോമസ് ഹെർനാൻ ജോണി, വീണപുരി 10, ഇസ്രമോൻ ചിങ്ങന്തര ചാക്കപ്പൻ റോയി, വീണപുരി 10, മേശക്കാർ പാട്ടുപറമ്പിൽ ജോസഫ് ഇമ്മാനുവേൽ, വീണപുരി 10, അമ്പാട്ട് ജേക്കബ് ആഞ്ചലോ, വീണപുരി 10, കീഴ്പള്ളി മത്തായി വർഗീസ് വിമൽ, വീണപുരി 10, മടയ്ക്കൽ ജോയി ബിജു, വീണപുരി 10, നേരിക്കൽ ബാബു നിവിൻ, വീണപുരി 10,
ചെമ്മതോർ പുത്തൻവീട്ടിൽ പൗലോസ് മിനു. ഈ കോൺഗ്രയായുടെ സുപ്പീരിയർ എറണാകുളം അങ്കമാലി മെത്രാപ്പൊലിത്ത കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി തിരുമനസ്സുകൊണ്ട് ഈ കോൺഗ്രയാരുടെ കപ്ലോൻ വലിയ ബഹുമാനപ്പെട്ട വാഴപ്പള്ളി സെബാസ്റ്റ്യൻ കത്തനാർ ദൈവത്തിന്റെ പ്രമാണം എന്റെ പാദങ്ങൾക്കുള്ളതും വഴികളിൽ പ്രകാശമായിരിക്കട്ടെ. വിശുദ്ധ ഗീവർഗീസായ മധ്യസ്ഥതയാണ്. സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ കുമാരനെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാമിശിഹാതൻ കാരുണ്യവും കാതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും
Oh
പ്രസിഡന്റിയായിട്ട് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പള്ളിപ്പാടൻ ജോസഫ് ബാബുവിനെ അനുമോദിക്കുവാൻ, അതോടൊപ്പം തന്നെ നിലവിലുള്ള പ്രസിഡന്റിയുടെ ഈ വർഷത്തെ തിരുനാളിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം നടത്തുവാനുമായിട്ടുള്ള മീറ്റിംഗാണ് സമാരംഭിക്കാൻ പോകുന്നത്. ഏറ്റവും സ്നേഹ ബഹുമാന്യനും ആദരണീയനുമായ കപ്ലൻ വികാരിയച്ച കൊച്ചച്ചന്മാരെ, ഈ ആണ്ടിലെ പ്രസിഡന്റ് കിരുപ്പിള്ളി വർക്കി മത്തായി, അടുത്ത വർഷത്തെ പ്രസിഡന്റിയായി ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പള്ളിപ്പാടൻ ജോസഫ് ബാബു, ബഹുമാനപ്പെട്ട ദരിശന സമൂഹങ്ങളെ, മേശക്കാരെ, ആദരണീയരായ ലൈത്തോരന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെ, നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങളെ, 146 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ പുണ്യഭൂമിയിൽ ഏതാണ്ട് ഈ സമയത്ത് ആരംഭിച്ച ഒരു ചരിത്ര നിയോഗത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വർഷവും നടക്കുന്നത് ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഇടപ്പള്ളി പള്ളിയിലെ പ്രസിഡന്റിയായി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കടമ്പ കടക്കലാണ്. മറ്റു പള്ളികളിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായി ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടേണ്ട ഒരിടവകയാണിത്. വിശുദ്ധ ഗീവർഗീസ് സഹദായോടുള്ള തൻ്റെ കൂറും ഭക്തിയും പ്രകടിപ്പിക്കുന്ന ദരിശന സമൂഹത്തിലെ അംഗമായി കാലാകാലങ്ങളിൽ ലഭിക്കേണ്ട മഹനീയ സ്ഥാനങ്ങൾ ഓരോന്നായി അലങ്കരിക്കപ്പെട്ട് ഈ ഇടവകയിലെ പ്രധാന കാർമ്മികനായ പെരിയ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ്റെയും ജീവിച്ചിരിക്കുന്ന പ്രസിദ്ധന്തിമാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 10 പേരുടെയും ഒരു കൂട്ടായ്മ മെയ് 2-ാം തീയതി രാവിലെ, അതായത് ഇന്ന് സമ്മേളിച്ച് തുടർച്ചയായിട്ടുള്ള വിശകലനങ്ങളും ചർച്ചകളും നടത്തി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യാറുള്ളത്. ഒരാൾ എത്ര സമ്പന്നനായാലും സഭയിൽ എത്ര സ്വാധീനമുണ്ടെങ്കിലും ഇടപ്പള്ളി പള്ളിയുടെ പ്രസിഡന്റിയായി വരുവാൻ സാധിക്കുകയില്ല. അതിന് സർവശക്തനായ ദൈവത്തിൻ്റെയും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെയും സഹായം കൂടിയേ തീരൂ. ഈ ഒരു മീറ്റിങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പള്ളിയിലെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വികാരിയച്ഛൻ മുതൽ ഈ പള്ളിയും പരിസരവും വൃത്തിയാക്കുന്ന ജോലിക്കാർ വരെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സന്തോഷ സ്നേഹ ശൃംഖലയാണ് ഇന്നത്തെ മീറ്റിംഗ്, ഇന്നത്തെ ഈ സമ്മേളനം. അത് മറ്റിടങ്ങളിൽ കാണുക അപൂർവമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിലെത്തിയ നമുക്ക് ഏറ്റവും ആദരണീയനായ നമ്മുടെ വികാരിയച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ ആണ്ടിലെ പ്രസിദ്ധേരിയായ കിരിപ്പള്ളി വർക്കി മത്തായിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത വർഷത്തെ പ്രസിദ്ധേരിയായി തിരഞ്ഞെടുക്കപ്പെട്ട പള്ളിപ്പാടൻ ജോസഫ് ബാബുവിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിന് സാക്ഷികളായി വന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ കൊച്ചച്ചന്മാരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദരിശന സമൂഹാംഗങ്ങളായ ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരും മേശക്കാരും ഈ ഇടവകയുടെ എല്ലാമായ എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും നാനാജാതി മതസ്ഥരായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹങ്ങൾ യാചിച്ചെത്തുന്ന എല്ലാ മക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട്
ഞാൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. കാര്യപരിപാടിയിലെ ആദ്യ ചടങ്ങ് ഹാരാർപ്പണം. ലൈത്തോരൻ സമൂഹത്തിന്റെ പ്രസിഡന്റ് ശ്രീ കിഴുപ്പള്ളി വർക്കി മത്തായി, അടുത്ത ആണ്ടിലെ പ്രസിഡന്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പള്ളിപ്പാടൻ ജോസഫ് ബാബുവിനെ ഹാരാർപ്പണം ചെയ്യുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണത്തിനായി ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ കപ്ലോൻ വികാരി സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, ഈ വർഷം പരമനോഹരമായി തിരുനാൾ കർമ്മങ്ങളും തിരുനാൾ നടത്തുവാനായിട്ട് വന്നിരിക്കുന്ന ശ്രീ മത്തായി പ്രസിഡന്റ്, അടുത്ത കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബാബു, മേശക്കാരെ, ലൈത്തോരന്മാരെ, ദർശന സമൂഹാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ഇവിടെ നിൽക്കുന്നത് ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ്. കാരണം നമുക്കറിയാം, നമ്മളൊരു വലിയ യജ്ഞം പൂർത്തിയാക്കി അതിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ആദ്യത്തെ തിരുനാൾ പുതിയ പള്ളിയിൽ വെച്ച് നടത്തുന്ന ആ മഹനീയ സമയമാണിത്. ഇടപ്പള്ളി സമൂഹത്തിന് മുഴുവനും ഇവിടെ വരുന്ന എല്ലാ പേർക്കും സന്തോഷിക്കുവാനും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനും സാധിച്ചു എന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ സാക്ഷ്യം തന്നെയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വാഗതം പറഞ്ഞ ശ്രീ ജോസ് കുട്ടി വളരെ മനോഹരമായി ദർശന സമൂഹത്തിൻ്റെ ആരംഭത്തെപ്പറ്റിയും പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിച്ചു. തീർച്ചയായിട്ടും അത് വളരെ ശ്ലാഘനീയമായിരുന്നു. നന്നായിട്ട് പഠിച്ച് ഒരുങ്ങി ഭംഗിയായിട്ട് സംസാരിച്ചു. വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. മറ്റുള്ള ഇടവുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ഇവിടെ ഓരോ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഇവിടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട്. ഇതെല്ലാം മുറുകെ പിടിച്ച് ഈശോയിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദർശന സമൂഹം വളരെ സന്തോഷത്തോടുകൂടി തിരുക്കർമ്മങ്ങൾ സംബന്ധിക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നു. ഇത് തലമുറയായി വളരട്ടെ, നിലനിൽക്കട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ആദ്യം തന്നെ ഈ വർഷം പ്രതിനിധിയായി വന്നിരിക്കുന്ന ശ്രീമത്തായി ഒരു ഭാഗ്യവാനാണ്. തീർച്ചയായിട്ടും ഓരോ ദിവസവും ഈശോ കൃപാകടാക്ഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോരം മനോഹരമായ കാലാവസ്ഥയാണ്, എന്തുമാത്രം ജനങ്ങളാണ് വരുന്നത്. അവരുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം, കൃതാർത്ഥമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രത്യേകിച്ച് പ്രസിഡന്റിയുടെ ഉപവാസത്തിൻ്റെയും ഫലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ മത്തായിക്ക് എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നൽകുകയാണ്. പുതുതായിട്ട് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് തീർച്ചയായിട്ടും ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രീ ബാബു ഏകദേശം 10 വർഷത്തോളം അപേക്ഷ കൊടുത്തുകൊണ്ട് കാത്തിരുന്ന് ഈ വർഷമാണ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത വർഷം വളരെ മനോഹരമായി തിരുനാൾ കർമ്മങ്ങൾ നടത്തുവാനുള്ള അനുഗ്രഹം ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. കൂടുതൽ ദീർഘിക്കുന്നില്ല. ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണവും സ്നേഹവും കൂട്ടായ്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായിട്ട് ഈ വർഷത്തെ പ്രസിഡന്റ് ശ്രീ കിഴുപ്പള്ളി വർക്കി മത്തായിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അച്ഛന്മാരെ, ദർശന സമൂഹങ്ങളെ, ഈശ്വരന്മാർ, കുടിയിരിക്കുന്ന വിശ്വാസികളെ, ഈ കൊല്ലത്തെ പെരുന്നാളായിട്ട് ഇരിക്കുന്ന പള്ളിപ്പാട് ബാബുവിനും എൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അടുത്ത വർഷത്തെ പ്രസിഡന്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പള്ളിപ്പാടൻ ബാബു ജോസഫിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട വികാരി സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛൻ, കൊച്ചച്ചന്മാരെ, ദർശന സമൂഹ അംഗങ്ങളെ, 2016 ആണ്ട് പെരുന്നാൾ ആഘോഷിക്കുവാനായി ദൈവകൃപയാൽ എനിക്ക് അവസരം കിട്ടിയതിന് ഞാൻ വിശുദ്ധ ഗീവർഗീസ് സഹദായോട് നന്ദി പറയുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അടുത്തതായി ഉപഹാര സമർപ്പണ ചടങ്ങാണ്. ഉപഹാരം സമർപ്പിക്കേണ്ടത് പള്ളിപ്പാടൻ ബാബുവാണ്. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ വെരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛന് ഉപഹാര സമർപ്പണം നടത്തുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട നമ്മുടെ അസിസ്റ്റന്റ് വികാരിയച്ഛൻ ഫാദർ മാത്യു തച്ചിലിന് ഉപഹാര സമർപ്പണം നടത്തുന്നു. അടുത്തതായി ഫാദർ ജെയിംസ് ഉറുമ്പൻകുഴിയിൽ അച്ഛന് ഉപഹാര സമർപ്പണം നടത്തുന്നു. അടുത്തതായി ഫാദർ നിതിൻ കൈതാരൽ അച്ഛന് ഉപഹാര സമർപ്പണം നടത്തുന്നു. നമ്മൾ ഇടവകയിൽ നിന്ന് 3 പ്രദേശം ഒരു ഡീക്കനത്തിന് സേവനം ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെയും പേര് വിളിക്കാം. ഡീക്കൻ ജോസ്മോൻ കൊച്ചുപുത്തൻപുരി, അടുത്തത് 3 ബ്രദർമാരാണ്. പ്രതീഷ് പാലമുട്ടിൽ, ബ്രദർ ജിനു ചെത്തിമറ്റം, ബ്രദർ ടോണി മാളിയേക്കൽ. അടുത്തത് നമ്മുടെ കപ്പ്യാരുമാരാണ്. നമുക്ക് 2 കപ്പ്യാരുമാരുണ്ട്. ശ്രീ വിനോദിനെയും ശ്രീ കൊച്ചുമാത്യുവിനെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സൽമദോർ ബിനു. അടുത്തതായി നമ്മുടെ അക്കൗണ്ടന്റ് ജോഷി കോയിക്കര. അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് 2 പേരുണ്ട്. ക്യാഷ്യർ. അടുത്തത് നമ്മുടെ പള്ളിയിലെ പാട്ടുകാരാണ്. നമുക്ക് 2 കൊയറുണ്ട്. അതിലെ ഒരു കൊയർ നയിക്കുന്ന ശ്രീ അവരാച്ചൻ പുതുശ്ശേരി, മറ്റേ കൊയർ നയിക്കുന്ന മാർട്ടിൻ വാത്തികുളം. അടുത്തത് നമ്മുടെ പള്ളി സ്റ്റാളിൽ 2 അസിസ്റ്റന്റുകൾ വർക്ക് ചെയ്യുന്നു. അവർ 2 പേരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് സീപ്പർ തസ്തികയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്ലീനർ മിസ്റ്റർ സത്യൻ. അടുത്തതായി കുശിനിക്കാരൻ കുക്ക്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ട ആൾ മൃദു സംസ്കാര സഹായി മാർട്ടിൻ. വെടിക്കാരൻ, സെക്യൂരിറ്റിക്കാരൻ. ചെണ്ടക്കാർ പ്രതിനിധി നാരായണൻ. പന്തലുകാരൻ, പെയിന്റർ, പൂശുകാരൻ. ഉപഹാര സമർപ്പണ ചടങ്ങ് അവസാനിച്ചു. അടുത്തതായി നന്ദി പ്രകാശന ചടങ്ങാണ്. അധികം പറഞ്ഞ് കൊളവാക്കണില്ല. എല്ലാവരോടും നന്ദി. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ.
ഓടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന്, സമാധാനത്തിന് രാജ്ഞി പിതാവേ, നിങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹോദരനെ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.